ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറി, ഒരു തോരൻ, പിന്നെ ഒരു ഗോതമ്പ് ഉപ്പുമാവിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. നമ്മളെ കായത്തോല് മുതിര തോരനാണ്. അപ്പം അതിനായിട്ട് മുതിരയൊക്കെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് അതിന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് 4 വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫാക്കി ചൂടാറിന് ശേഷം തുറന്നു. ഇപ്പോൾ ഇതേ 3/4 വേവൊക്കെ ആയിട്ടുണ്ട് മുതിര. ഈ സമയത്ത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത കായത്തൊലിയാണ്. ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വേവിച്ചെടുക്കണം. അപ്പം ഇനി കുക്കർ തുറന്ന് വേറൊരു മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇവിടെ കുറച്ച് നേരം അതിൻ്റെ കായത്തോലിയും മുതിരയൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. ഇത് നമ്മൾ ഉപ്പേരി കാച്ചണ പോലെ കുറച്ച് നാളികേരം വറുത്തിട്ട് കാച്ചിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പേരി കാച്ചണ അതുപോലെ തന്നെ എന്നും കാണിക്കാറുള്ള പോലെ തന്നെയാണ്. ചെറിയുള്ളിയും കറിവേപ്പിലയും നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ ചതച്ച മുളകും പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ ആദ്യം ചതച്ച മുളകിട്ടു. 1-2 മിനിറ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോൾ അതിന് ശേഷം ഒരു 1/4 സ്പൂൺ മുളക് പൊടി കൂടി അതിലേക്ക് ഇട്ടു. ഒരു കളറിനായിട്ടാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മൂപ്പിച്ച് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം കൂടി ഇട്ട് ചെറുതീയിൽ കുറച്ച് നേരം നന്നായിട്ട് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം നല്ലോണം വറുത്ത് നാളികേരമൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചുള്ള മുതിരയും കായത്തൊലിയും ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ചെറിയ തീയിൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരും വറുത്ത് വരുമ്പോൾ, നാളികേരം വറുത്ത് വരുമ്പോൾ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള കായത്തോലും മുതിരയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തുള്ള കായത്തോലും മുതിരയാണ്. അപ്പം അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ലൊരു തോരനാണത്. ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണത്. അപ്പോൾ തോരൻ റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ച മുട്ടക്കറിയാണ്. ആദ്യം മുട്ടക്കറിയിലേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കുക. അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഏകദേശം 1/2 മുറിയോളം നാളികേരം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ചെറിയുള്ളി, 1 വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ചീരകം, ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് ആദ്യം ചെറുതീയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. നാളികേരമൊക്കെ ആയിട്ടുണ്ട്. ഇതേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് പൊടികൾ ചേർത്തുള്ളത്. ഇനി പൊടികളും 1-2 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ മൂപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക.
പിന്നെ വേറൊരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ചെറിയ തീയിലിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നാളികേരമൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഒരുവിധം നന്നായി വാടി വന്നപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി കൂടി ഒന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചുള്ള നാളികേരം, അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒരൊറ്റൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മതി ഗരം മസാല. അപ്പോൾ ഇതിൻ്റെ വറുത്തരച്ച ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ നന്നായി തിളച്ച് ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ പുഴുങ്ങി തൊലിക്ക് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലത്തെ ഒരു മുട്ടയുടെ ഉണ്ണി ഇതിലേക്കൊന്ന് ഈ ചാറിലേക്കൊന്ന് ഉടച്ച് ചേർക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതെ വറ്റി വന്നിട്ടുണ്ട് കറിയൊക്കെ. നല്ല കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറി, നല്ല വറുത്തരച്ചുള്ള മുട്ടക്കറിന് നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണിത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗോതമ്പ് ഉപ്മാവാണ്. അപ്പോൾ വൈകിട്ട് മിക്കതും ചപ്പാത്തി, പുട്ട് അങ്ങനെ എന്തെങ്കിലും ഗോതമ്പിൻ്റെയാണ് കഴിക്കാറ്, അല്ലെങ്കിൽ റാഗിയുടെ ദോശ അങ്ങനെയാണ് കഴിക്കാറ്. അപ്പം ഇന്ന് ഗോതമ്പ് ഉപ്മാവ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ചെറിയ കഷ്ണം മതി ഇഞ്ചി. അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് പച്ചമണം മാറി വന്നപ്പോൾ ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ക്യാരറ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം.
ക്യാരറ്റിൻ്റെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചെയ്യണത്. അപ്പം ഞാൻ ഇതിലിട്ടിട്ട് ഗോതമ്പ് വേവിക്കാറില്ല. വേറൊരു പാത്രത്തിൽ ഗോതമ്പ് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചെടുത്ത ഗോതമ്പാണത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്മാവ് തീരെ കുഴയൊന്നും ചെയ്യില്ല. പാകത്തിന് വേവിൽ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുക. പിന്നെ ഇതുപോലെ എല്ലാം വാട്ടിയതിന് ശേഷം വേവിച്ച് വെച്ച ഗോതമ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത മുരിങ്ങയിലയാണ്. അതുപോലെ തന്നെ കുറച്ച് നാളികേരം. മുരിങ്ങയിലൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ലതല്ലേ. മുരിങ്ങയില ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം ഇട്ടിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മൂടി വയ്ക്കുക. ഈ മുരിങ്ങയിലേക്ക് ഒന്ന് വാടി വരുന്ന സമയം അത്ര മതി, മൂടി വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇത് കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. നമ്മുടെ ഗോതമ്പ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവൊന്നുമില്ല. എങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഉതിർന്ന് കിടക്കും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്തു നോക്കൂ. പിന്നെ എൻ്റെ ഈ നാട് റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ.